മണിപ്പൂർ കലാപത്തിൽ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് നിരവധി പേർക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. പലരും വീട് വിട്ടിറങ്ങി. 2025 മണിപ്പൂർ സാധാരണ നിലയിലെത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിലാണ് ബിരേൻ സിംഗിന്റെ പ്രതികരണം. സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ 2025 മണിപ്പൂർ സാധാരണ നിലയിലെത്തുമെന്നാണ് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് പറഞ്ഞത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്? ആര്യ ഇന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ ചേർന്നിട്ടുള്ള അതായത് ഇംഫാലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെയാണ് ഇത്തരത്തിൽ ഒരു മാപ്പ് പറച്ചിൽ അല്ലെങ്കിൽ ഒരു തുറന്ന് ഈ സംഘർഷം തുറന്ന് സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മണിപ്പൂരിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബീരൻ സിംഗ് എത്തിയിട്ടുള്ളത്. അദ്ദേഹം അവിടുത്തെ ജനങ്ങളോട് മാപ്പ് പറയുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെയും ഈ 2025 അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയും, അല്ലെങ്കിൽ വീണ്ടും ഒരു സാധാരണ ഗതിയിലേക്ക് ജീവിതം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് കൂടി അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഏകദേശം 1.5 വർഷമായി ഈ വംശീയ കലാപം ഈ മണിപ്പൂരിൽ തുടങ്ങിയിട്ട് അതിനിടയിൽ ഒരിക്കൽ പോലും ഈ വിഷയത്തിൽ ഒന്ന് ഇടപെട്ടുകൊണ്ട് ഇതിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഒന്നും തന്നെയും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ബീരൻ സിംഗിന്റെ ഭാഗത്തുനിന്നും നടന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് ഓരോ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു പക്ഷത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു പക്ഷാപാതപരമായ ഒരു നിലപാടാണ് എക്കാലത്തും അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. എന്നാൽ അതിനൊടുവിൽ ഈ വർഷം അവസാനിക്കാനിരിക്കെ പുതുവത്സരം പിറക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു കുറ്റസമ്മതം നടത്തുന്ന തരത്തിലൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ വംശീയ കലാപം ഉണ്ടായതിൽ ജനങ്ങളോട് താൻ മാപ്പ് പറയുകയാണ്, എല്ലാ ജനങ്ങളും തന്നോട് പൊറുക്കണം എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല നിരവധിയായിട്ടുള്ള നാശനഷ്ടങ്ങൾ എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടായി, ഓരോ ജനങ്ങൾക്കും ഉണ്ടായി. വീട് നഷ്ടപ്പെട്ടവരുണ്ട്, വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയാത്തവരുണ്ട്. അപ്പോൾ അവരോടെല്ലാം താൻ മാപ്പ് ചോദിക്കുകയാണ്. അടുത്ത വർഷം ഇവിടെ സാധാരണഗതിയിലേക്ക് ജീവിതം കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന തരത്തിലാണ് ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഇത് ഈ മണിപ്പൂരിൽ ഇത്രയും കലാപം ഉണ്ടായിട്ടും പ്രതികരിക്കാത്ത ഒരു BJP സർക്കാർ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഈ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിൽ നിന്നും ഇത് മാത്രമാണ് ഇനി മാർഗം എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്താൻ ഇടയായത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെയും മണിപ്പൂർ സന്ദർശിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ മണിപ്പൂരിനെ ഓരോ ഘട്ടത്തിലും തഴയുന്ന സമീപനം തന്നെയാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരല്പം പോലും മാനുഷിക പരിഗണനയുടെ പേരിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയതെന്ന് തോന്നുന്നില്ല. മറിച്ച് ഈ അവസാന ഘട്ടത്തിൽ ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ, തീർച്ചയായും അത് തന്നെയാണ് സ്വാതി. കലാപ കലുഷിതമായ മണിപ്പൂരിലേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. നിരവധി ജീവനുകൾ നഷ്ടമായി. എന്നിട്ട് ഈ വർഷാവസാനത്തിലുള്ള ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതെ, അത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഈ പ്രതികരണത്തെ നോക്കിക്കാണേണ്ടത്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ ഇത്രയും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു, 200ഓളം പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം, വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെടുന്നു. ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ പോലും വളരെ അശാന്തിയുടെ ഒരു നാളുകളായിരുന്നു മണിപ്പൂരിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു, സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയൊരു ജനതയോടാണ് ഇദ്ദേഹം മാപ്പ് ചോദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഈ മാപ്പ് പറഞ്ഞാൽ ഈ ജനങ്ങളോട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയൊരു വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടും ഇതിൽ ഒരു നടപടിയും എടുക്കാതെ ഒരു മാപ്പ് പറച്ചിലൂടെ ഇതെല്ലാം ശരിയാകും എന്ന് വിചാരിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ആര്യ, ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.